ആഘോഷങ്ങളുടെ നാട് മുതൽ ആവേശങ്ങളുടെ നാടുവരെ ഇരുപത്തിയാറ് വർഷങ്ങളുടെ വിശ്വാസം, 54-ലധികം വിജയകരമായ പ്രോജക്റ്റുകൾ. ഒറ്റയ്ക്കല്ല, ഒന്നായി ഒരുമിച്ച് ജീവിക്കാം. വീടാണ് വിശ്രം. പാലക്കാട് വാണിയംകുളം സ്വദേശികളായ 3 അംഗ കുടുംബത്തെ 4 ദിവസമായി കാണാനില്ലെന്ന പരാതിയുമായി ബന്ധുക്കൾ. ഷൊർണൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വാണിയംകുളം കൃഷ്ണകൃപ വീട്ടിൽ 68 വയസ്സുള്ള ബാബു ഭാസ്കർ, ഭാര്യ 65 വയസ്സുള്ള രമാദേവി, മകൻ 32 വയസ്സുകാരൻ വിഷ്ണു എന്നിവരെയാണ് കാണാനില്ലെന്ന് കുടുംബം പറയുന്നത്. ഇവരുടെ വാണിയംകുളത്തുള്ള വീട് കഴിഞ്ഞ 4 ദിവസമായി പൂട്ടിയിട്ട നിലയിലാണ്. ബന്ധുക്കൾ ഇവരുടെ ഫോണുകളിൽ വിളിച്ച് കിട്ടാതെ ആയതോടെ അയൽക്കാരെ വിവരമറിയിക്കുകയായിരുന്നു. ഷൊർണൂർ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ ഇവരുടെ പിക്കപ്പ് വാഹനം വീട്ടിൽ നിന്നും പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ വാഹനത്തിൽ 3 പേരും പോയതായാണ് സംശയിക്കുന്നത്. പോലീസ് CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചും അന്വേഷിച്ചു വരികയാണ്. ഇവരുടെ കൈവശമുള്ള മൊബൈൽ ഫോണുകൾ എല്ലാം സ്വിച്ച് ഓഫ് ആണ്. മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിച്ചതിൽ വീട് സ്ഥിതി ചെയ്യുന്ന പനയൂർ തന്നെയാണ് അവസാന ലൊക്കേഷൻ കാണുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഇവരെ കണ്ടെത്താൻ സഹായം അഭ്യർത്ഥിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇവരുടെ കുടുംബം. എൻ്റെ ഭാര്യ സഹോദരി വ്യാഴാഴ്ച രാവിലെ ഭർത്താവും മോനും വ്യാഴാഴ്ച രാവിലെ ഇവിടുന്ന് വണ്ടിക്ക് പോയതായിട്ട് ഞങ്ങൾക്കറിയാൻ സാധിച്ചു. അപ്പോൾ അത് ഞങ്ങളിവിടെ വന്ന് പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയും പോലീസുകാരിവിടെ വന്ന് വീട്ടിൽ നോക്കിയതനുസരിച്ച് വീട്ടിലാരെയും കണ്ടിട്ടില്ല. അപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു 3 പേരും കൂടെ വണ്ടിയിൽ പോയിരിക്കുന്നു അറിഞ്ഞത്. ഇവിടെ അടുത്തൊക്കെ ആൾക്കാരോട് പറഞ്ഞിരിക്കുന്നത് ബന്ധുവീട്ടിൽ കല്യാണം സംബന്ധിച്ച് പോയിരിക്കുകയാണെന്നാണ് അടുത്തുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും ഇല്ല, അങ്ങനെ കല്യാണമോ മറ്റു കാര്യങ്ങളൊന്നും ബന്ധുവീട്ടുകളിൽ ഇല്ല. അപ്പം ഇത് അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എവിടേക്കാണ് പോയെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അതൊന്ന് എല്ലാവരുടെയും ഫോണും സ്വിച്ച് ഓഫാണ്. അതനുസരിച്ചാണ് ഞങ്ങളെല്ലാവരും ഇവിടെ അന്വേഷണത്തിനായിട്ട് വന്നത്. അപ്പോൾ ഇതൊന്ന് അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കും. You are watching VCV News.